നാളെ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം നടത്തണമെന്ന് ഗവർണറുടെ നിലപാട് തള്ളി സംസ്ഥാന സർക്കാർ. വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം നടത്തേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കോളേജുകൾക്ക് ഈ നിർദ്ദേശം നൽകും. ക്യാമ്പസുകളിൽ എന്തൊക്കെ പരിപാടികൾ നടത്തണമെന്ന് നിർദ്ദേശിക്കാൻ സർവകലാശാലകൾക്ക് സാധിക്കില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് DCE മുഖാന്തരവും DTE മുഖാന്തരവും ഈ അറിയിപ്പ് വിവിധ കലാലയങ്ങൾക്ക് നൽകും. നമ്മുടെ കലാലയങ്ങളും സർവകലാശാലകളും എല്ലാം തന്നെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഇടങ്ങളാണ്. അവിടെ മതനിരപേക്ഷതയുടെയും മതേതര സൗഹാർദ്ദത്തിൻ്റെയും ഇടങ്ങളായി നമ്മുടെ ക്യാമ്പസുകൾ തുടരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഗവൺമെൻറ്റിനുള്ളത്. നാളിതുവരെ ഇല്ലാത്ത വിധത്തിൽ വിഭജനത്തിൻ്റെ ഭീകരത എന്ന പേരിൽ പരിപാടി നടത്താൻ ആഹ്വാനം ചെയ്യുമ്പോൾ അത് സാമുദായിക ധ്രുവീകരണത്തിലേക്കാണ് ചെന്നെത്തുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിഭജന ഭീകരത എന്ന പേരിൽ പരിപാടി നടത്തുമ്പോൾ അത് വർഗീയ വിദ്വേഷത്തിനും സാമുദായിക സ്പർദ്ധയ്ക്കും ഇടവരുത്തുന്ന പരിപാടികളായി മാറും എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ അത്തരം പരിപാടികൾ നടത്തേണ്ടതില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്. സർവകലാശാലകൾക്ക് എത്തരം പരിപാടികൾ നടത്തണം ക്യാമ്പസിൽ എന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരമൊന്നുമില്ല. ഇനി സർവകലാശാലകൾ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും തങ്ങളുടെ സാംസ്കാരിക മണ്ഡലം, അതായത് അവിടുത്തെ സാമൂഹ്യ അവസ്ഥ മതനിരപേക്ഷ സ്വഭാവത്തിലുള്ളതാണ് എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളവരാണ്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, നാളെ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം നടത്തണമെന്നുള്ള ഗവർണറുടെ നിലപാടിനെ സംസ്ഥാന സർക്കാർ തള്ളിയിരിക്കുകയാണല്ലോ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ക്യാമ്പസുകളിൽ നടത്തേണ്ടതില്ല എന്ന് വ്യാഖ്യാനിക്കുന്നത്? രോഹിണി, കേരള സർവകലാശാലകൾക്ക് കീഴിൽ വരുന്ന ക്യാമ്പസുകളിൽ ഏതൊക്കെ പരിപാടികൾ നടത്തണമെന്ന് തീരുമാനിക്കാൻ സർവകലാശാലകൾക്ക് സാധിക്കില്ല എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അല്പസമയം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തൊരു പ്രധാനമന്ത്രിയാണ് ഒരുപക്ഷെ ഈ സർവകലാശാലകളിൽ ഇത്തരത്തിലുള്ള വിഭജന വിരുദ്ധ ദിനം ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെയാണ് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ സർവകലാശാലകൾ, പ്രത്യേകിച്ച് കണ്ണൂർ, അതോടൊപ്പം തന്നെ കണ്ണൂർ കേരള സർവകലാശാലകളിലെ VC-കൾക്കാണ് ആദ്യം ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുന്നത്. അതായത് നാളെ ഓഗസ്റ്റ് 14-ാം തീയതി സംസ്ഥാനത്തെ സർവകലാശാലകൾ ഇത്തരത്തിൽ വിഭജന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കണമെന്നൊരു നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശം തള്ളിക്കളയണമെന്നാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ വർഷത്തിലല്ല നമുക്കറിയാം ഇത്തരത്തിൽ വിഭജന വിരുദ്ധ ദിനം ആചരിക്കുന്നത്. 2021 മുതൽ വിഭജന വിരുദ്ധ ദിനം രാജ്യമൊട്ടാകെ ആചരിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണയും ഇത്തരത്തിൽ എല്ലാ സർവകലാശാലകളുടെ കീഴിൽ വരുന്ന ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള വിഭജന വിരുദ്ധ ദിനം ആചരിക്കണമെന്ന നിർദ്ദേശം നൽകുന്നത്. അത് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാനാണ് ഇത്തരത്തിൽ സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഗവർണർ അല്ലെങ്കിൽ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് മറ്റൊരു രാഷ്ട്രീയപരമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിയാണ് ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സർവകലാശാല VC-യെയും അതോടൊപ്പം തന്നെ സർവകലാശാലകളെയും അപമാനപ്പെടുത്തുന്ന രീതിയിൽ ഇതിനോടകം തന്നെ സർക്കാരിൻ്റെ ഇടതുപക്ഷ യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI ഇതിനോടകം തന്നെ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്ത് VC-യുടെ കോലം കത്തിക്കുന്ന ഒരു നിലപാടുണ്ടായത്. അത് അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത്തരത്തിൽ വിഭജന വിരുദ്ധ ദിനം ആചരിക്കുന്നത് അത് വേറെ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ ദിനം ആചരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രചരണം കൂടിയാണ് സർക്കാരിൻ്റെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നാളെ ഇത്തരത്തിൽ കേരളത്തിലെ ഒരു സർവകലാശാലകൾക്ക് കീഴിൽ വരുന്ന ക്യാമ്പസുകളിലും ഇത്തരത്തിൽ
ഭീകരവിരുദ്ധ ദിനം അല്ലെങ്കിൽ ക്ഷമിക്കണം വിഭജന വിരുദ്ധ ദിനം ആചരിക്കാൻ കഴിയില്ല എന്ന് തന്നെ, അല്ലെങ്കിൽ അത് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിഭജന ഭീതി ദിനാചരണം നടത്താൻ കഴിയില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുൻപാകെ മന്ത്രി പറഞ്ഞത് മതേതരത്വം സംരക്ഷിക്കുക, മതനിരപേക്ഷത സംരക്ഷിക്കുക ക്യാമ്പസുകളിൽ എന്നാണല്ലോ. അവിടെയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. സർക്കാർ ഇതിനു മുൻപ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, ഹമാസ് അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴക്കുക, ഹമാസ് അനുകൂല പ്ലക്കാർഡുകൾ ഉയർത്തുക, ഇതൊക്കെ നമ്മൾ പല ക്യാമ്പസുകളിലും കണ്ടതാണ് എന്ന് മാത്രമല്ല സർവകലാശാല യുവജനോത്സവത്തിലടക്കം ഇത്തരത്തിൽ തീവ്രവാദ അനുകൂല സംഘടനകളുടെ പേര് വരെ ചാർത്തിക്കൊണ്ട് അവർ പരിപാടി സംഘടിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളും ചെന്നതാണ്. അപ്പോൾ അന്നൊന്നും ഹനിക്കപ്പെടാത്ത ഈ മതനിരപേക്ഷത ഇന്ന് എങ്ങനെയാണ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്? തീർച്ചയായിട്ടും രോഹിണി, അത്തരത്തിൽ തന്നെയാണ്. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട്, ഹമാസിൻ്റെ അനുകൂല ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സർവകലാശാലകളിലെ മാഗസിനുകളുടെ കവർ പേജുകൾ പുറത്തിറക്കിയത്, അതൊക്കെ തന്നെ സർവകലാശാലകൾക്ക് കീഴിൽ വരുന്ന ക്യാമ്പസുകളിലെ കലോത്സവ പരിപാടികളിൽ അവരെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും പ്ലക്കാർഡുകളും ആ പരിപാടിക്കുൾപ്പെടെ ഇത്തരത്തിൽ ഈ പേരുകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലൊന്നും പ്രതികരിക്കാതെ, അതിലൊന്നും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കാതെ ഈ ഒരു വിഷയത്തിൽ വരുമ്പോൾ മാത്രം അത് മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയം അതൊരു ദേശവിരുദ്ധതയായിട്ട് തന്നെ നമുക്ക് ചിത്രീകരിക്കേണ്ടി വരും. കാരണം നമുക്കറിയാം 1947 ശേഷം 1947 മുമ്പ് ഭാരതമെന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ഭാരതമെന്ന ആശയം എങ്ങനെയായിരുന്നുവെന്നും എല്ലാം ഒരേ രീതിയിൽ അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയും പിന്നീട് അത് മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെടുകയും ചെയ്യുകയാണ് ചെയ്തത്. ഒറ്റ ആശയത്തെ രണ്ടായിട്ട് വിഭജിക്കുമ്പോൾ ആ വിഭജനത്തെ സ്മരിച്ചുകൊണ്ട് അത്തരത്തിലൊരു ദയവായി തുടരുക. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കുന്നതിനായി ABVP സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ മോഹൻ ചേരുന്നു. ശ്രീ അരുൺ മോഹൻ, നാളെ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം നടത്തണം എന്നാണ് ഗവർണർ പറഞ്ഞിരുന്നത്. അതനുസരിച്ച് വൈസ് ചാൻസലർമാർക്കടക്കം വീണ്ടും കത്ത് നൽകിയിരിക്കുകയാണ്. പക്ഷേ ഗവർണറുടെ നിലപാട് പാടെ തള്ളുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് മാത്രമല്ല, അത്തരത്തിലൊരു അനുസ്മരണ ദിനാചരണം നടത്തേണ്ടതില്ല എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അവർ അത് പറയുമ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ക്യാമ്പസുകൾ മതനിരപേക്ഷമായിരിക്കണം, മതേതരത്വം നിലനിർത്തണം എന്നാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിനു മുൻപ് വച്ചു പുലർത്തിയിട്ടുള്ള പല നിലപാടുകളും നമ്മൾ കണ്ടതാണ്. ഹമാസ് അനുകൂല മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ഒക്കെ ഉയർത്തുന്ന ക്യാമ്പസുകൾ കണ്ടതാണ്. യുവജനോത്സവങ്ങളിലടക്കം ഇത്തരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ പേര് ചാർത്തുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നെ എന്തുകൊണ്ടാണ് വിഭജന ഭീതി ദിനാചരണം വേണ്ട എന്ന് സർക്കാർ തീരുമാനമെടുക്കുന്നത്? സർക്കാരിന്റെ തീരുമാനം ഒട്ടും അത്ഭുതപ്പെടുത്തുന്നില്ല. ABVP പോലൊരു സംഘടനയെ പ്രത്യേകിച്ച്. ഗവർണർ എടുത്ത നിലപാട് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. വളരെ വർഷക്കാലങ്ങളായി വിദ്യാർത്ഥി പരിഷത്ത് പോലെയുള്ള സംഘടനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ആ വിഷയത്തില് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പല തവണകളായി ഇൻതിഫാദ പോലെയുള്ള പേരുകൾ, MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് നൽകിയ പേര് ഇൻതിഫാദ എന്നാണ്. മതചിഹ്നം ഉപയോഗിച്ചുള്ള പോസ്റ്ററുകൾ പുറത്തിറക്കി. സമ്മേളന വേദികളിൽ SFI പോലെയുള്ള സംഘടനകൾ സമ്മേളന വേദികളിൽ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം മതനിരപേക്ഷതയാണല്ലോ പറയുന്നത്. മതേതരത്വം, മതനിരപേക്ഷത എന്നൊന്നും ശരിക്കും ഭാരതത്തെ ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. വൈദേശിക പ്രത്യയശാസ്ത്രങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുന്നവര് ഈ വിഭജനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കരുത് എന്ന് പറയുന്നതിന് പിന്നിൽ രാഷ്ട്രം 16ആയി വിഭജിക്കണമെന്ന് നിലപാടെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതേ നിലപാടാണ് അവരിന്നും തുടരുന്നത്. അതിലവർക്കൊരു മാറ്റമില്ല. രാജ്യത്തെ കൂടുതലായി വെട്ടിമുറിക്കുന്നതിനെ കുറിച്ച് ഒരു സെമിനാർ നടത്താൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അതിനെ സ്വാഗതം ചെയ്യുന്ന നിലപാടും അവർ സ്വീകരിക്കും. ഒരു തർക്കവുമില്ല. രാഷ്ട്രം വെട്ടിമുറിക്കപ്പെട്ട സമയത്ത് ജാതിയും മതവും ഒക്കെ പ്ലക്കാർഡാക്കി അന്നും ഈ നാനാത്വത്തെ മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്ന സംഘടനയാണ് അവരുടേത്. രാഷ്ട്രത്തെ മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കണം എന്ന് പറഞ്ഞപ്പോൾ അരുത് എന്നൊരു നിലപാട് ഇവരെടുത്തിരുന്നില്ല. അപ്പോൾ രാഷ്ട്രത്തെ മതത്തിന്റെ പേരിൽ ഇനിയും വിഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് സ്വാഭാവികമായും വിഭജന കാലത്തെ ആ ഭീതി നിറഞ്ഞ സാഹചര്യം ക്യാമ്പസുകളെ ഓർമ്മപ്പെടുത്തണം എന്ന് പറയുമ്പോൾ എതിർക്കുന്നത് സ്വാഭാവികമാണ്. രാഷ്ട്രം അനുഭവിച്ച യാതനകളുണ്ട് അന്നത്തെ കാലത്ത്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളുണ്ട്, പീഡനങ്ങളുണ്ട്. അതുപോലെ തന്നെ പുറത്തു വന്നതും വരാത്തതുമായ ഞെട്ടിപ്പിക്കുന്ന കൊലപാതക പരമ്പരകളുണ്ട്. ഇതൊക്കെ പുതുതലമുറ പഠിക്കും.
ഇവരെ പോലെ ഇരുട്ടിന്റെ ലോകത്ത് കഴിയുന്നവരല്ല നമ്മുടെ ക്യാമ്പസിലെ കുട്ടികൾ. അവര് വിവേചന ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് അതിനൊരു പ്രേരണ കൊടുക്കുന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾ കൂടി കൂടുതൽ അറിയാനും പഠിക്കാനും നാളെ ഈ രാഷ്ട്രം മതത്തിന്റെയോ ജാതിയുടെയോ ഒന്നും വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ഒരടിസ്ഥാനത്തിലും വെട്ടിമുറിക്കപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന പുതുതലമുറയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ആയിരുന്നു ആ സർക്കുലർ. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർമാരെല്ലാം അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. അവര് പ്രത്യേകം നോട്ടീസ് കൊടുത്തു ക്യാമ്പസുകളിലേക്ക്. പക്ഷെ പരസ്യമായി തടയും അല്ലെങ്കിൽ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നത് വില കുറഞ്ഞ സങ്കുചിതമായ രാഷ്ട്രീയം മാത്രമാണ്. അതിന്റെ പിന്നിൽ ഒരു മതേതരത്വവും ഇല്ല, മത സമഭാവനയും ഇല്ല. അല്ലെങ്കിൽ അവരുടെ മുൻകാല പ്രവൃത്തികൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഗവർണർ പറയുന്നതിനെ എതിർക്കുക, രാഷ്ട്രവിരുദ്ധമായ കാര്യങ്ങൾ മാത്രം ചെയ്യുക, രാജ്യസ്നേഹപരമായ കാര്യങ്ങൾ ക്യാമ്പസിൽ ഓർമ്മപ്പെടുത്തിയാൽ അതിനെ തടയുക, ഇതവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതിന് അത്ഭുതവും തോന്നില്ല. ശ്രീ അരുൺ മോഹൻ, ഒരു കാര്യം കൂടി, ഏത് വിധേനയും ഇതിനെ എതിർക്കും എന്ന് SFI പറയുന്നുണ്ട്. സർക്കാർ SFIയെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രകോപനപരമായ ചില നടപടികളിലേക്ക് കടക്കാൻ തയ്യാറാകുമോ? കാരണം നമുക്കറിയാം ഏത് രീതിയിലാണ് SFI ഇതിനു മുൻപും ക്യാമ്പസുകളിൽ പ്രവർത്തിച്ചത്. അവർക്ക് വിരുദ്ധമായ നിലപാടുകൾ വരുമ്പോൾ എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ SFI ഒരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷേ പ്രകോപനപരമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ABVP അതിനെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക? അത് SFIയുടെ ജനിതക സ്വഭാവമാണ്. ഈ പറഞ്ഞതുപോലെ സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോഴേക്ക് കുറെ എന്താ പറയുന്ന, നമ്മൾ നാട്ടുഭാഷ പറഞ്ഞ കുട്ടിക്കുരങ്ങന്മാരെ ഇറക്കി വിഷയത്തെ വ്യതിചലിപ്പിക്കുക എന്ന് പറയുന്ന നിലപാട്. നിസ്സാര ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാമല്ലോ സാഹചര്യവശാൽ. വൈസ് ചാൻസലർമാരുടെ കോലം കത്തിക്കുകയും ഗവർണറുടെ കോലം കത്തിക്കുകയും അദ്ദേഹത്തിന് ഗണവേഷധാരിയായ ചിത്രം ധരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പ്രകോപനകരമായ രീതിയിൽ ഇവര് വലിയ പരിപാടികൾ നടത്തി യൂണിവേഴ്സിറ്റി സെന്ററിൽ. ഈ സമയത്ത് അവിചാരിതമായി എത്തുന്നത് പോലെ MV ഗോവിന്ദൻ അവിടെ എത്തുന്നു. ഇതൊക്കെ ആകസ്മികമാണെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ഇത് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഈ കുട്ടികളെ ഇറക്കി ഇവരുടെ പേരിൽ വരുന്ന, ഇവരെന്തോ വലിയ സംഭവമാണെന്ന് കരുതി ഇവർ ഇങ്ങനെ എന്തൊക്കെയോ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ രാഷ്ട്രീയ ചട്ടങ്ങളാക്കി കുട്ടികളെ മാറ്റുക മാത്രമാണിത്. അപ്പൊ ഗവർണർക്കെതിരെ തുറന്ന യുദ്ധം CPM പ്രഖ്യാപിക്കുന്നു. അതിന് കാരണമായിട്ട് അതിന്റെ ബാക്കി പത്രം എന്നുള്ള രീതിയിൽ കുട്ടികളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതിന്റെ ഭാഗം മാത്രമാണ് ഇത് പക്ക ഒരു ഗവൺമെന്റ് സ്പോൺസേഡ് പ്രോഗ്രാമാണ്. അതിനുവേണ്ടി അറിഞ്ഞോ അറിയാതെയോ വിദ്യാർത്ഥികളെ ഉപകരണമാക്കുകയാണ്. അവർ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നേ ശ്രദ്ധ കിട്ടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് വലിഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, പൊതുമുതൽ നശിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പൊതുമുതൽ നശിപ്പിക്കണം. ചേംബർ വരെ, VCയുടെ ചേംബർ വരെ കടന്നു കയറി എന്റെയും നിങ്ങളുടെയും നികുതിപ്പണമാണത്. അത് അവർ തന്നെയാണ് പറഞ്ഞത്. ഈ നികുതിപ്പണം കൊടുത്ത് ഉണ്ടാക്കി വെച്ച സർവകലാശാലകളെ അടിച്ചു തകർക്കാൻ, അക്രമ സ്വഭാവം ഉണ്ടാക്കാൻ, ഇപ്പൊ കലാപത്തിലൂടെ, വിപ്ലവം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണത്. അതായത് കലാപത്തിലൂടെ മാറ്റം ഉണ്ടാക്കുക. ഇന്നത്തെ കാലത്ത് അങ്ങനെ കലാപത്തിലൂടെ മാറ്റം, ഇത് സംവാദങ്ങളുടെ കാലമാണിത്. മനുഷ്യൻ പരസ്പരം സംസാരിക്കാൻ താല്പര്യപ്പെടുന്നതാണ്, പ്രത്യേകിച്ച് കുട്ടികൾ. അവരെ കൂടുതൽ വായിക്കുകയും അറിയുകയും പഠിക്കുകയും, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇനിയൊരു വിഭജനത്തിലേക്ക് പോകാതിരിക്കും. അതുകൊണ്ട് സർഗാത്മകമായ പരിപാടികളിലൂടെ ABVP ഈ വിഷയത്തെ നേരിടും. ഒരു കാരണവശാലും അക്രമത്തിലേക്ക് പോയില്ല. പകരം ഈ ആക്രമിക്കാൻ വരുന്നവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. മനസ്സിലാക്കുന്ന വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. പല കുട്ടികളും ഇത് തിരിഞ്ഞ് ചിന്തിച്ച് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. എല്ലാ കാലത്തും ഇവരുടെ ഈ മൂടുപടം കൊണ്ട് ഇവർക്ക് അധികം കാലം മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ ചട്ടങ്ങളായി കുട്ടികളെ മാറ്റുന്നതിനും കൂടി എതിരെ സർഗാത്മകമായ പരിപാടികളുമായി വിഭജനത്തിന്റെ ഭീതികാലത്തെ നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കാനുള്ള സർഗാത്മകമായ പരിപാടികളുമായി ABVP മുമ്പോട്ട്. തീർച്ചയായും വളരെ നന്ദി ശ്രീ അരുൺ മോഹൻ പ്രതികരിച്ചതിന്. നാളെ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം നടത്തണമെന്ന് ഗവർണറുടെ നിലപാട് തള്ളി സംസ്ഥാന സർക്കാർ. വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം നടത്തേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പറഞ്ഞു. ടിൻഡു ദാസിലേക്ക് പോകുന്നു. ടിൻഡു, വിഭജന ഭീതി ദിനാചരണം നടത്തേണ്ടതില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പറയുമ്പോൾ മതേതരത്വം സംരക്ഷിക്കാനാണ് എന്നാണ് അതിൽ പറയുന്നത്. പക്ഷെ നമ്മൾ കണ്ടതാണ് പല ക്യാമ്പസുകളിലും യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. വലിയ രീതിയിൽ ഹമാസ് അനുകൂല മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കുന്നതും അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നതും യുവജനോത്സവങ്ങളിലടക്കം തീവ്രവാദ സംഘടനകളുടെ പേര് ചാർത്തുന്നതുമൊക്കെ കണ്ടതാണ്. പക്ഷേ അവിടെയൊന്നും ഹനിക്കപ്പെടാത്ത മതേതരത്വത്തെക്കുറിച്ചാണ് ഇപ്പോൾ സർക്കാരിന് ആവലാതി. ഇത് തികച്ചും ഒരു രാഷ്ട്രീയ പ്രേരിതമായ അല്ലെങ്കിൽ ഗവർണർ പറഞ്ഞതിനെ എതിർക്കുക എന്നുള്ളൊരു രാഷ്ട്രീയ പകപോക്കലിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായമായി കരുതാമല്ലോ.
തീർച്ചയായിട്ടും രോഹിണി, സർവകലാശാലകളിൽ ഗവർണർ അല്ലെങ്കിൽ ഗവർണറിന് താഴെ വരുന്ന VC എന്ത് അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിലും അതിന് ഇടത് സംഘടനകളും അതോടൊപ്പം തന്നെ ഇടത് സർക്കാരും നഖശികാന്തരം എതിർക്കുക എന്നൊരു പോളിസി മാത്രമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ആ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് വരുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിനുണ്ടാകുന്ന സൗകര്യപൂർണ്ണമായിട്ടുള്ള മാറ്റം എന്താണ്, അവർക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ്, ഇതേപ്പറ്റിയിട്ടൊന്നും ചിന്തിക്കാതെ, ഇതേപ്പറ്റി ആശയപരമായിട്ട് ചർച്ച ചെയ്യാതെ എന്ത് അഭിപ്രായങ്ങൾ വരുന്നു ആ അഭിപ്രായത്തിനെല്ലാം എതിർത്തുകൊണ്ട്, ഗവർണർക്കെതിരെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ VC തുടരുക. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ കുരുക്ഷേത്ര MD ശ്രീ കാഭ സുരേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി. ശ്രീ കാഭ സുരേന്ദ്രൻ, നാളെ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം നടത്തണമെന്നുള്ള ഗവർണറുടെ നിലപാടിനെ സംസ്ഥാന സർക്കാർ പാടെ തള്ളിയിരിക്കുകയാണ്. അത്തരത്തിലൊരു ദിനാചരണം വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് സർക്കാർ എത്തുമ്പോൾ അവർ ഉയർത്തിക്കാട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. മതേതരത്വം സംരക്ഷിക്കാനാണ് അവർ ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളത്. അതൊരു കാപട്യമല്ലേ, പൊള്ളത്തരം നിറഞ്ഞ വാക്കുകളല്ലേ? കാരണം അത്തരത്തിലുള്ള നേരത്തെ കണ്ടിട്ടുള്ള നിലപാടുകളിൽ നിന്നൊക്കെ വിരുദ്ധമായ പല കാര്യങ്ങളും ക്യാമ്പസുകളിൽ നടന്നിട്ടുണ്ടല്ലോ. നമുക്കറിയാം, ഹമാസ് അനുകൂല മുദ്രാവാക്യങ്ങളും അതോടൊപ്പം തീവ്രവാദ സ്വഭാവമുള്ള പല രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും, മതേതരത്വം ഹനിക്കത്തക്ക രീതിയിൽ തന്നെ ഹിന്ദു ദേവതകളെ അപമാനിക്കുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള കട്ടൗട്ടുകളൊക്കെ സ്ഥാപിക്കുക, ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ പിന്നെ ഈ വിഷയത്തിൽ മാത്രം എന്താണ് സർക്കാർ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നത്? അതിന്റെ യഥാർത്ഥ കാരണം ഈ മതേതരത്വം ഒന്നുമല്ല വിഷയം. അവരെ സംബന്ധിച്ച് ഈ വിഭജനം എന്നതൊരു മഹാദുരന്തമായിരുന്നു എന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുകയും കോടാനുകോടി ആൾക്കാർ പലായനം ചെയ്യുകയും ചെയ്ത ഒരു ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നാണ് ഈ വിഭജനാനന്തരം നടന്ന കൂട്ടക്കൊല. അതിന്റെ കാരണക്കാർ, ഭാരത വിഭജനത്തിന്റെ കാരണക്കാർ, അതിലൊരു മുഖ്യ പങ്ക് വഹിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതാണ് ആ ചരിത്രം പുതിയ തലമുറ അറിയും. ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ വിഭജനം നടന്നതിന് പിന്തുണ കൊടുത്തത് മുസ്ലിം ലീഗിനോടൊപ്പം നിന്ന് പാകിസ്ഥാൻ അനുകൂലമായ ആശയപരമായ ഒരു കാര്യം ഉണ്ടാക്കി കൊടുത്തതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുഖ്യ പങ്കുണ്ട്. അവര് ഭാരതത്തിനെ ഇന്ത്യയും പാകിസ്ഥാനും എന്നല്ല 16 വിഭജിക്കണം എന്ന് പറയുകയും മുസ്ലിം ലീഗിന്റെ ആവശ്യത്തോടൊപ്പം നിൽക്കുകയും വിഭജനം ആണ് വേണ്ടതെന്ന് വാദിക്കുകയും പ്രമേയം പാസാക്കുകയും ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ഈ ചരിത്രം, വിഭജനത്തിന്റെ ചരിത്രം പുറത്തു വന്നാൽ രാജ്യത്തിനെതിരായി, രാജ്യവിഭജനത്തിന് അനുകൂലമായി നിന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവര് പറയുന്നു ഇന്നത്തെ ഇന്ത്യ എന്നും ഭാരതത്തിന്റെ ഐക്യം, ഇന്ത്യയുടെ ഐക്യം എന്നൊക്കെ അവർ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ് എന്ന് പുതിയ തലമുറ പഠിക്കും. അങ്ങനെ പഠിക്കുന്ന തരത്തിലേക്ക് പോകുമല്ലോ ഈ വിഷയം ചർച്ച ചെയ്താൽ. അങ്ങനെ അത് ചർച്ച ചെയ്തല്ല, ഈ വിഷയം ചർച്ച ചെയ്താൽ കമ്മ്യൂണിസ്റ്റുകാർ പ്രതിസ്ഥാനത്ത് വരും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ പ്രതിസ്ഥാനത്ത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മതേതരത്വത്തിന്റെ മുഖംമൂടി വെച്ചുകൊണ്ട് ഈ വിഷയം ചർച്ചയ്ക്ക് വരാതിരിക്കണം. അപ്പൊ ചരിത്രം ആരും തിരിച്ചറിയരുത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കപടമുഖം ആരും തിരിച്ചറിയരുത് എന്നുള്ള ഗൂഢമായ താല്പര്യമാണ് അവരിതിനെ എതിർക്കാൻ കാരണം. അല്ലാണ്ട് ഗവർണറോ മതേതരത്വമോ ഒന്നും അല്ല വിഷയം. എന്ന് മാത്രമല്ല, ഈ വിഭജനത്തിനോടൊപ്പമുള്ള ചരിത്രം പഠിക്കുമ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതാണെന്നുള്ള ചരിത്രം പുറത്തു വരും. തീർന്നില്ല, അവര് ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് കരിദിനം ആചരിച്ചവരാണ് സ്വാതന്ത്ര്യം എന്നുള്ള ചരിത്രം പുറത്തു വരും. അവര് ഭാരത സ്വാതന്ത്ര്യത്തിനെതിരെ, സ്വതന്ത്ര ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്തു. 1948 പരസ്യമായ യുദ്ധം പ്രഖ്യാപിക്കുകയും ഭാരത സർക്കാരുമായി ഏറ്റുമുട്ടി. കൽക്കട്ട തീസിസ് എന്ന് പറയുന്നത് യുദ്ധപ്രഖ്യാപനമായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിനെതിരെ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ സായുധമായ യുദ്ധം പ്രഖ്യാപിക്കുകയും 25,000-ത്തിലധികം ആൾക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തൊരു വലിയ കൂട്ടക്കൊലയും യുദ്ധവുമായിരുന്നു അത്. ഈ ചരിത്രം പുറത്തു വരും. പോരാ, ഭരണഘടന പ്രഖ്യാപിച്ച 1950 ജനുവരി 26 അവർ ഭാരതത്തിന്റെ ദേശീയ പതാക കത്തിച്ചു. ആ ചരിത്രം പുറത്തു വരും. ആ കത്തിച്ചതിന്റെ പേരിൽ അവർക്കൊരു രക്തസാക്ഷിയെ കിട്ടുകയും ചെയ്തു. അതാണ് സർദാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന തൃശൂർ ജില്ലയിൽ നാട്ടിക എന്ന് പറയുന്ന സ്ഥലത്ത് സർദാർ ഗോപാലകൃഷ്ണൻ പാർട്ടിയുടെ ആഹ്വാനപ്രകാരം ദേശീയ പതാക കത്തിക്കാൻ പോയതാണ്. പോലീസുകാർ പിടിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത മർദ്ദനമേറ്റ് സർദാർ ഗോപാലകൃഷ്ണൻ മരിക്കുകയും കഴിഞ്ഞ 2025 ജനുവരി 26 തന്നെ, അതായത് ഈ കഴിഞ്ഞ തവണ തന്നെ റിപ്പബ്ലിക് ദിനത്തിൽ അവര് ഈ സർദാർ ഗോപാലകൃഷ്ണന്റെ രക്തസാക്ഷി ദിനാചരണം നടത്തിയവരാണ്. ഈ ചരിത്രം മുഴുവൻ ഇവർ ഭാരത പതാക കത്തിച്ചവരാണ്, സ്വാതന്ത്ര്യദിനം കരിദിനമായി ആചരിച്ചവരാണ്,
സ്വതന്ത്ര ഭാരത സർക്കാരിനെതിരെ യുദ്ധം ചെയ്തവരാണ്, ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നവരാണ്, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പട്ടാളപ്പണി ചെയ്തവരാണ്, മുസ്ലിം ലീഗിനൊപ്പം ചേർന്ന് ഭാരത വിഭജനത്തിന്റെ കാരണക്കാരിൽ മുഖ്യ പങ്ക് വഹിച്ചവരാണ്. ഈ ചരിത്രം പുതിയ തലമുറ അറിയും എന്നുള്ളതാണ് വിഭജന കാര്യം ചർച്ചയായാൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ അത് ചർച്ചയായെന്നാൽ ഇവരുടെ ഈ കപടമായ മുഖവും ഇന്നത്തെ നിലയ്ക്ക് പുത്തൻ തലമുറ അറിഞ്ഞെന്നാൽ അവരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. 1947 ആഗസ്റ്റ് 15 ആലപ്പുഴയിൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ പട്ടണത്തിൽ പ്രകടനം നടത്തി. കരിദിനാചരണം പറഞ്ഞുകൊണ്ട് പ്രകടനം നടത്തുകയും പ്രകടനം നടത്തിയവരുടെ മുഖത്ത് ആലപ്പുഴയിലെ കർഷക തൊഴിലാളികൾ കാർക്കിച്ചു തുപ്പുകയും ചെയ്തിട്ടുണ്ട്. അത് എഴുതി വെച്ചത് കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെയാണ്. വർഗീസ് വൈദ്യൻ എന്ന് പറയുന്ന പുന്നപ്രവയലാർ സമരത്തിന്റെ നായകന്മാരിൽ ഒരാളായിരുന്ന വർഗീസ് വൈദ്യന്റെ ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ കരിദിനം പ്രഖ്യാപിച്ച് ഞങ്ങൾ പ്രകടനം നടത്തിയപ്പോൾ കാർക്കിച്ചു. ഈ ചരിത്രം മുഴുവൻ പുതുതലമുറ പഠിക്കും എന്നുള്ളതാണ് ഈ വിഭജനത്തിന്റെ ചർച്ച പുറത്തു വന്നാൽ സംഭവിക്കാൻ പോകുന്നത്. അതെ, വളരെ നന്ദി ശ്രീ കാഭ സുരേന്ദ്രൻ പ്രതികരിച്ചത്. എന്തായാലും ചരിത്രത്തെയാണ് സർക്കാർ ഭയക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം നടത്തണമെന്നുള്ള ഗവർണറുടെ നിലപാടിനെ സംസ്ഥാന സർക്കാർ തള്ളുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.